പീരുമേട് പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഒക്ടോബർ മാസം 12, 13, 14 തീയതികളിലായി നടക്കും. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ 12, 13 തീയതികളിലായി കേരളോത്സവം സംഘടിപ്പിക്കും. ഒക്ടോബർ മാസം 12-ാം തീയതി ഞായറാഴ്ച കായിക മത്സരങ്ങൾ മരിഗിരി സ്കൂൾ ഗ്രൗണ്ടിലും ഷട്ടിൽ ടൂർണമെൻറ്റ് SMS ഓഡിറ്റോറിയത്തിലും നടക്കും. 13, 14 തീയതികളിലായി SMS ക്ലബ് ഓഡിറ്റോറിയത്തിൽ കലാമത്സരങ്ങൾ അരങ്ങേറും. യുവജനക്ഷേമ ബോർഡും നമ്മുടെ പീരുമേട് പഞ്ചായത്തും ചേർന്ന് സംയുക്തമായി നടത്തുന്ന കേരളോത്സവം ലഹരി അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ വരുന്ന 12, 13, 14 ദിവസങ്ങളിൽ നമ്മുടെ പീരുമേട് പഞ്ചായത്ത് കീഴിൽ വിവിധയിടങ്ങളിലായിട്ട് കേരളോത്സവം നടന്നു വരികയാണ്. നാളെ 12-ാം തീയതി ആയിട്ടുള്ള ഞായറാഴ്ച രാവിലെ 7 മണിയോടുകൂടി മരിയഗിരി സ്കൂളിൽ ഫുട്ബോളും ക്രിക്കറ്റും കലാമത്സരങ്ങൾ നടക്കുകയാണ്. അതിന് തിങ്കളാഴ്ച നമ്മുടെ പഴയ പാമ്പനാർ എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ വോളിബോളും അതുപോലെ 14-ാം തീയതി കലാമത്സരങ്ങളുമാണ് നടക്കുന്നത്. ചൊവ്വാഴ്ച 14-ാം തീയതി നമ്മുടെ 2 മണിയോടുകൂടി സമാപന ചടങ്ങുകൾ തുടങ്ങുകയാണ്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ലഹരി അകറ്റി കൊണ്ട് യുവജനങ്ങളെ കലാകായിക മത്സരത്തിലേക്ക് മുന്നോട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ പീരുമേട് നടത്തുന്ന ഈ കലാകായിക മത്സരത്തിൽ കേരളോത്സവത്തിൽ കായിക പ്രേമികളെയും കായിക താരങ്ങളെയും യുവജനങ്ങളെയും കൂടുതൽ ആകർഷകമായിട്ടുള്ള വിവിധ പരിപാടികൾ, ചെണ്ടമേള കോടിയോടുകൂടിയുള്ള വിവിധ പരിപാടികൾ നമ്മളിവിടെ നടത്തുകയാണ്. എല്ലാ യുവാക്കളും എല്ലാ കായിക പ്രേമികളും ഈ തുടർന്ന് നടക്കുന്ന കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ 2 ദിവസം നമ്മുടെ കൂടെ ഈ പീരുമേട് പഞ്ചായത്തിലെ എല്ലാ പരിപാടിക്കും വരണമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ 11-ാം തീയതി ശനിയാഴ്ച 5 മണി വരെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷനാണ്. കേരളോത്സവം എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യാം. ഏത് മത്സരത്തിലാണോ നിങ്ങൾ പങ്കെടുക്കുന്നത് അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കണം. രജിസ്റ്റർ ചെയ്യാത്ത ഒരു ക്ലബിനെയും ഒരു വ്യക്തിപരമായിട്ടുള്ള ആരെയും ഒരു മത്സരത്തിലും ചേർക്കുന്നതല്ല. അത് സംഘാടക സമിതിയുടെ ഒരു വലിയൊരു തീരുമാനമാണ്. എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പരിപാടിക്ക് പങ്കെടുക്കേണ്ടതാണ്. കേരളോത്സവത്തിൻ്റെ ഭാഗമായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികളും ക്ലബ്ബുകളും ഓൺലൈൻ മുഖേന രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.